ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ അത്തമല്ലേ. അപ്പം അത്തപ്പൂ ഇടാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ മണ്ണ് കോരിക്കൊണ്ടിരുന്നപ്പം നമ്മുടെ രുദ്രൂട്ടനാണെങ്കിൽ വന്നിട്ട് പറഞ്ഞു, അമ്മേ ഞാൻ സഹായിക്കാമെന്നും പറഞ്ഞിട്ട് അവനാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ആ മഗ് മേടിച്ചിട്ട് അവൻ മണ്ണൊക്കെ കോരി നിറച്ച് തരുവാണ് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ അത്തപ്പൂ ഇടാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അമ്പലത്തിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ താഴെയാണെന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ വീഴും കേട്ടോ. മഴ പെയ്ത് കഴിയുമ്പോൾ ഇവിടെയൊക്കെ മൊത്തവും വെള്ളമായിരിക്കുമേ. അപ്പോൾ അതുകൊണ്ട് ഞാനാണെന്നുണ്ടെങ്കിൽ താഴെ ഒരു ചാക്ക് വിരിച്ചിട്ട് അതിൻ്റെ പുറത്ത് ടയറാണ് കേട്ടോ വെച്ചേക്കുന്നത്. പിന്നെ അതിൻ്റെ പുറത്താണ് കേട്ടോ മണ്ണൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് അതിൽ മുകളിൽ തേക്കാൻ വേണ്ടിയിട്ട് ചെളി വേണമല്ലോ, ചെളിയും ചാണകവും വേണം. അപ്പം ഞാൻ ചാണകത്തിന് നമ്മുടെ രമണിയപ്പയെ നമ്മുടെ അപ്പച്ചിയെ പറഞ്ഞു ഇട്ടിട്ടുണ്ട് കേട്ടോ, ചാണകം എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെളിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആറ്റുകടവിൽ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു ചേട്ടൻ എന്നോട്. അപ്പം ചേട്ടനോട് പറഞ്ഞ് നമുക്ക് രണ്ടുപേരും കൂടെ പോയി എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചെളി എടുക്കാനും പോയി. നമ്മുടെ അപ്പയാണെന്നുണ്ടെങ്കിൽ ചാണകം എടുക്കാനും പോയിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് നല്ല ചെളി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിറയെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ അവിടെ തന്നെ ഇതേപോലത്തെ ഈ മഞ്ഞപ്പൂവുണ്ടല്ലോ, ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല, പക്ഷേ ഇത് വെച്ചിട്ട് ഞങ്ങൾ പണ്ട് കമ്മലും മാലയൊക്കെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ, ഈ പൂ വെച്ചിട്ട്. അപ്പം ഈ പൂ ഇപ്പോൾ കണ്ടപ്പോൾ എനിക്കതൊക്കെ ഓർമ്മ വന്നു കേട്ടോ. അപ്പം ചേട്ടനാണെന്നുണ്ടെങ്കിൽ പൂക്കളെല്ലാം പറിച്ച് തരാമെന്ന് പറഞ്ഞു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവിടെയൊക്കെ കുറേ കാട് കയറി കിടക്കുവാണ്. അപ്പോൾ എന്നോട് കയറണ്ട, ഞാൻ പറിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ചേട്ടനാണെങ്കിൽ അത് മൊത്തം പറിച്ച് തന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഈ അത്തപ്പൂവൊക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുഞ്ഞിലേ മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 1 തൊട്ട് 10 വരെ ഞങ്ങൾ അത്തപ്പൂക്കളൊക്കെ ഇടുമായിരുന്നേ. പിന്നെ അതേപോലെ ഉത്രാടത്തിനന്ന് വൈകുന്നേരം എൻ്റെ അച്ഛനാണ് കേട്ടോ, അന്നത്തെ ദിവസം അച്ഛനാണ് കേട്ടോ ഞങ്ങൾക്ക് ഡിസൈനൊക്കെ വരച്ച് തരുന്നതും ഒക്കെ. പൂക്കളെ ഞങ്ങളെ കൊണ്ട് ഇടിയിപ്പിക്കും, ഡിസൈനൊക്കെ അച്ഛനാണ് കേട്ടോ വരച്ച് തരാറൊക്കെ. പിന്നെ അതേപോലെ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ തന്നെയാണ് കേട്ടോ ഇടാറ്. അപ്പം ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ, എനിക്കും എൻ്റെ ചേച്ചിക്കും. അപ്പോൾ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എൻ്റെ പ്രായത്തിലുള്ള പിള്ളേരാണെങ്കിലും പിന്നെ എൻ്റെ ചേച്ചിമാരാണെങ്കിലും കുറേ ഗ്യാങ് പിള്ളേർ സെറ്റൊക്കെ ഉണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾ വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനും ഒരു കിറ്റുമായിട്ട് ഇങ്ങനെ ഇറങ്ങും. ഓരോ വീട്ടിലും പോയിട്ട് പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് വരും. അതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ കഴിഞ്ഞ വർഷമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ അത്തപ്പൂ ഇടാൻ വേണ്ടിയിട്ട് 10 ദിവസം ഇടാമെന്നും പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു 5 വരെ ഞാൻ ഇട്ടു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഇടാനായിട്ട് പറ്റിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കന്ന് ഭയങ്കര വിഷമമായിരുന്നേ. അപ്പോൾ ഇതേ നമ്മൾ അവിടെ നിന്ന് ചെളിയും പിന്നെ അതേപോലെ പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ അതേപോലെ നമ്മളിവിടെ വന്നപ്പോഴത്തേക്കിനും നമ്മുടെ അപ്പച്ചിയാണെന്നുണ്ടെങ്കിൽ ചാണകമൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു.